ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഡേവിഡ് റിട്രീറ്റിൻ്റെ റിവ്യൂ വീഡിയോ. സാധാരണ എല്ലാ ധ്യാനങ്ങളുടെ അവസാനം റിവ്യൂ വീഡിയോ ഉണ്ടാകും. ഇത് അല്പം കൂടെ സ്പെഷ്യലാണ്. കഴിഞ്ഞ 14 തൊട്ട് ഓഗസ്റ്റ് 14 തൊട്ട് 17 വരെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വെച്ച്, സിയോൻ ധ്യാന കേന്ദ്രം കുന്നന്താനം ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഡേവിഡ് റിട്രീറ്റ് എന്ന പേരിൽ യുവജനങ്ങൾക്കായി ഒരു ധ്യാനം നടത്തപ്പെട്ടു. 100-ൽ താഴെ കുട്ടികളെ പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് കുഞ്ഞുങ്ങളുടെ ഒരു വാണ്ടിങ് ഉണ്ട്, ഞങ്ങൾക്കിതിൽ പങ്കെടുക്കണമെന്ന്. പല ദേശത്തു നിന്ന്, കാസർഗോഡ് ജില്ല തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നു, നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ വന്നു. അങ്ങനെ 120 യുവജനങ്ങൾ ഒരുമിച്ച് കൂടി ഈ 4 ദിവസങ്ങളിലായിട്ട്. ഡേവിഡ് റിട്രീറ്റ് എന്ന് പേരിട്ടത് കൃത്യമായി ഞങ്ങളുടെ കൺമുമ്പിൽ അന്വർത്ഥമാകുന്നത്, ദൈവം തമ്പുരാൻ ഞങ്ങളുടെ കൺമുമ്പിൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെ നിറമിഴികളോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും എൻ്റെ ടീമും. തങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നൊരു ഗോലിയാത്തിനെ നേരിടാൻ അവർ കരുത്താർജിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇനി ഇസ്രായേലിനെ നയിക്കുന്ന രാജാവാകാൻ, ഒരു ദാവീദ് രാജാവാകാൻ തിരുസഭയ്ക്കായി അവർ ഒരുങ്ങുന്നത് ഞങ്ങൾ കാണുകയായിരുന്നു. തന്നെ ദ്രോഹിച്ച സാവൂളിനോട് ദാവീദ് ക്ഷമിച്ചതുപോലെ തങ്ങളുടെ പൂർവ്വകാല അനുഭവങ്ങളോട് അവർ ക്ഷമിക്കുന്നത്, അനുരഞ്ജനപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ദാവീദിന് ജോനാഥൻ എന്ന പോലെ പരസ്പരം ഒരു സൗഹൃദം, നല്ല സൗഹൃദങ്ങൾ വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങൾ അവർ ബിൽഡ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. യുവജനങ്ങൾ ഈശോയിൽ നിന്ന്, സഭയിൽ നിന്ന് അകലെയാണെന്ന് നമ്മളൊക്കെ പറയുന്നൊരു കാലത്ത് താല്പര്യത്തോടെ ഈ കുഞ്ഞുങ്ങൾ വന്ന് ഈ ധ്യാനം നടത്തി. ചിലരെയൊക്കെ അപ്പനമ്മമാർ നിർബന്ധിച്ച് വിട്ടവരുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഈശോയുടെ കൂടെയാണ്, ഞങ്ങൾ തിരുസഭയുടെ കൂടെയാണ് എന്ന് പറയുന്നു. ഇനിയും അച്ഛനും ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രേക്ഷിത വേലയ്ക്ക് വരാം അച്ചോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. MBBS പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ട് പോകുന്നു, ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഒരു 1 ഇയർ ബ്രേക്ക് എടുത്ത് ഈ സുവിശേഷ വേലയിൽ പങ്കുകൊള്ളട്ടെ അച്ചോ എന്ന് ചോദിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ പ്രഘോഷിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു, അവർ അഭിമാനത്തോടെ. ആകാശം നിൻ തിരു കൈകളിലോ, ആഴികൾ നിൻ കൈ കുമ്പിളിലോ. നീ കൺചിമ്മിയാലത് സന്ധ്യയാകും, കൺ തുറന്നാലൻ പുലരിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നീനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നീനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ
സ്നേഹമേ, ആരോടും തോന്നായൻ പ്രണയമേ, സാരമില്ലെന്നോതും സ്നേഹിതനെ, എന്തു വന്നാലും നീ കൂടെയില്ലേ? നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ നന്ദിതാ, വാഴ്ത്തുവാൻ ഞാൻ നന്ദിതാ, നിന്നെ കാണുവാൻ ഞാൻ നന്ദിതാ, വാഴ്ത്തുവാൻ ഞാൻ നന്ദിതാ. സന്തോഷമാണ് ഇങ്ങനൊരു കാഴ്ച. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈശോയിലേക്ക്, സഭയിലേക്ക് ഇനിയും ചേർത്ത് പിടിക്കാം. ഉടനെ വരുന്ന ധ്യാനം, നാളെ തന്നെ വരുന്നത്, അതായത് ഓഗസ്റ്റ് 20 ആരംഭിക്കുന്നത് പോൾ റിട്രീറ്റ് ആണ്, പ്രബോധന ധ്യാനമാണ്. അതോടുകൂടി ഈ ഒരു സീസണിലെ ധ്യാനങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി എനിക്ക് കുറച്ചിങ്ങനെ യാത്രകളും ധ്യാനങ്ങളും ഒക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ ആയിട്ട് യാത്രകളാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക, പോൾ റിട്രീറ്റ് ഈ പരീക്ഷക്കാലമായതുകൊണ്ടാകണം അധികം പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. കുറേ പേര് പറഞ്ഞു വെച്ചാൽ പരീക്ഷക്കാലമായി പോയി കുട്ടികളുടെ, അല്ലെങ്കിൽ വന്നേനെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പേർക്ക് ഒരു ഇനീഷ്യൽ ഒരു ഇതുകൊണ്ടായിരിക്കും, എന്താ പറയുക, ഒരു സ്കെപ്റ്റിക് മൈൻഡ് ആയിരിക്കും. ഇതെന്താണ് ഈ പോൾ റിട്രീറ്റ്? സാധാരണ കാണുന്ന ടൈപ്പ് ഓഫ് ധ്യാനമല്ല, കംപ്ലീറ്റ്ലി പ്രബോധനം, ടീച്ചിങ് കൊടുക്കുകയാണ്. പക്ഷേ ഏറ്റവും ലളിതമായി, ഹൃദ്യമായി ആസ്വദിച്ച് പഠിക്കേണ്ട അവസരമാണ് കത്തോലിക്ക സത്യവിശ്വാസത്തെക്കുറിച്ച്. ഇനിയും ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്ന നേരത്ത് എന്നാൽ പിന്നെ ഒന്ന് പോയേക്കാം എന്ന് വിചാരിക്കുന്നെങ്കിൽ മോസ്റ്റ് വെൽക്കം. ഓഗസ്റ്റ് 20 തൊട്ട് 23 വരെ, 20, 21, 22, 23 അവസാനിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും പ്രാർത്ഥനയിൽ ഓർത്തേക്കുക. അപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തെ, സിയോൺ ധ്യാന കേന്ദ്രത്തെ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ശുശ്രൂഷയെ, ഒപ്പം തന്നെ ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര്, വലിയൊരു സന്തോഷമുള്ളത് ഇവിടുത്തെ ചാപ്പലാണ്. ഒരു സിമ്പിളാണ്, വലിയൊരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഉള്ള ചാപ്പലൊന്നും അല്ലത്, സിമ്പിൾ ചാപ്പലാണ്. പക്ഷെ ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നടന്ന ധ്യാനങ്ങളിൽ അത്ഭുതത്തോടെ കണ്ടത്, ഇവിടെ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തോടെ അവർ കണ്ണീരൊഴുക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. പലരും യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് പിന്നെയും കുറച്ച് നേരം കൂടെ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ബാംഗ്ലൂരിൽ നിന്നൊരു പയ്യൻ പറഞ്ഞത്, അച്ഛാ എനിക്ക് ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് ഇനി ആ ചാപ്പലിൽ പോയി കുറച്ചേരം ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. വലിയ സന്തോഷം. ദൈവം നമ്മുടെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നതിനെ ഓർത്ത് തുടർന്നും നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ കണ്ടുമുട്ടുകയും ബലപ്പെടുത്തുകയും ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കുറേ നാളായിട്ട് നമുക്ക് ധ്യാനം കൂടാൻ വേണ്ടി വീട്ടുകാരുടെ പ്രഷറും അതേപോലെ പല ഉള്ളിലും ഉണ്ട്. പക്ഷേ ധ്യാനത്തിന് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പേടിയായിരുന്നു. അച്ഛൻ ഒരു പ്രോമിസ് ചെയ്തായിരുന്നു, നല്ലൊരു കുമ്പസാരം. ആ കുമ്പസാരം തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. അച്ഛൻ പറഞ്ഞ പോലെ മെക്കാനിക്കൽ പരമായിട്ടല്ല കുമ്പസാരിക്കേണ്ട, ഉള്ളിൽ നിന്ന് വരുന്നുള്ളൂ. ആരാധന ചാപ്പിൽ പോയിരുന്നപ്പം, എഴുതാൻ വേണ്ടി വരുന്നപ്പോൾ ആ ആരാധനയെ നോക്കിയിരുന്നപ്പോൾ ഒരു തുള്ളി സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ നിർത്താതെ കരഞ്ഞിട്ടാണ് ആ ഒരു കുമ്പസാരത്തിന് ഒരുങ്ങി. ഏകദേശം ഒരു 3 പേജോളം വലിയൊരു കുമ്പസാരമായിരുന്നു. ശരിക്കും ഈശോയാണ് കുമ്പസാരക്കൂട്ടിൽ നിൽക്കുന്ന പോലെ കുമ്പസാരിച്ചു. ഏങ്ങി 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 എൻ്റെ ഓരോ പാപങ്ങളും കഴിച്ചു. ഒരു 1/2 മണിക്കൂറിൻ്റെ ഒരു വലിയ കുമ്പസാരം പോലെ. ആ 1/2 മണിക്കൂർ എടുത്തതിന് തന്നെ ഓരോ പാപത്തിനെയും കുറിച്ച് ഞാൻ ഏങ്ങിനെ അരിച്ച് വിഷമിച്ചാണ് ഞാൻ അങ്ങനെ ഒരു കുമ്പസാരം പൂർത്തീകരിച്ചത്. അത് തന്നെ എൻ്റെ പ്രായശ്ചിത്തം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഫ്രീ ആയി. ലൈഫിലും എന്തൊക്കെയോ മാറ്റങ്ങൾ, എന്തൊക്കെയോ ഭാരങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒന്ന് പറന്നു പോയ പോലെയായിരുന്നു. എല്ലാവരുമായിട്ട് സംസാരിക്കുക, മിങ്കിൾ ചെയ്യുക, എന്നാൽ പ്രാർത്ഥിക്കേണ്ട സമയം അതുപോലെ നന്നായി പ്രാർത്ഥിക്കാനും സാധിച്ചു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം അറിഞ്ഞ് പഠിച്ച് വന്ന് ചെറുപ്പം തൊട്ട് പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ പലതും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു തോന്നിയൊരു സമയമായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഉറപ്പിക്കാനായിട്ടും വീണ്ടും അതിനോട് ചേർന്ന് നിൽക്കാനായിട്ടും
വളരെ സ്ക്രിപ്ചറലായിട്ടും സഭയോട് ചേർന്ന് നിന്ന് ടീച്ചിങ്സായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും ട്രഡീഷനോട് ചേർന്നു അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഉറപ്പിക്കുന്ന ദിവസങ്ങളായിരുന്നു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകണമല്ലോ എന്നുള്ളൊരു ശരിക്കൊരു വിഷമം പോലെയാണ്. കാരണം ഇനിയും എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന തരത്തിലായിരുന്നു ഈ ധ്യാനം മുഴുവൻ. പ്രത്യേകിച്ച് അച്ഛൻ്റെ ഓരോ ടോക്കും എന്താ പറയുക, ഒരാൾക്ക് പോലും മനസ്സിലാകാതെ പോകരുന്ന ഒരു വാശിയുള്ള പോലെ അത്രയും ലൈറ്റായിട്ട് ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അച്ഛൻ മുൻകൂട്ടി കണ്ട പോലെ അത്രയും സിമ്പിളായിട്ട് എന്താണോ വേണ്ടിയിരുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കിട്ടി. 2 വേർഡ്സേ ഉള്ളൂ ഡേവിഡ് റിട്രീറ്റിനെ പറയാൻ. സിംപ്ലി ജസ്റ്റ് ലൈഫ് ചേഞ്ചിങ്. ഞാൻ എല്ലാ രാത്രിയിലും ഇവിടെ ചാപ്പലിൽ പോയി ഇരിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ദൈവത്തിനോട് എനിക്ക് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം ഭയങ്കര വലുതാണ്. പിന്നെ എൻ്റെ ജോണാഥൻ, ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ ജസ്റ്റ് എൻ്റെ റൈറ്റ് സൈഡിൽ ഇരുന്ന ഒരാളെയാണ് ജോണാഥനായിട്ട് എടുത്തത്. പക്ഷേ അവനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം ഞാനും അവനും ഓൾമോസ്റ്റ് ഒരു സെയിം ആയിരുന്നു. ഓക്കെ, ഞങ്ങൾക്ക് ഇടയിൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ എക്സ്പീരിയൻസിൽ, ബട്ട് വി വെർ ഓൾമോസ്റ്റ് സെയിം, ഓൾമോസ്റ്റ് ഒരു സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പറയാനുള്ളത്. കുർബാന കുറേയും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. എനിക്കൊരു ജൊനാത്തിനെ കിട്ടി. ആ ജൊനാത്തിനായിട്ട് ഞാൻ എക്സ്പീരിയൻസസ്, എൻ്റെ സ്കാർസ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ ഷെയർ ചെയ്യാൻ പറ്റി. എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ വെക്കാത്തത് ഞാൻ ഷെയർ ചെയ്തു. എൻ്റെ ഹാർട്ട് തന്നെ തുറന്നു തന്നു ഈശോ എന്നിട്ട് അത് ഹീൽ ചെയ്തു എൻ്റെ ഹാർട്ട്. ഞാൻ പറയുകയാണ്, ആരെങ്കിലും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഉറപ്പായിട്ട് ഇവിടെ വരണം. ബിക്കോസ് ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ട് വന്നതാണ് ഇവിടെ. എന്നിട്ട് എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. 3-ാമത്തെ ദിവസം ഞാനിപ്പോൾ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഈശോയുടെ സ്നേഹം എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഒരുപാട് ധ്യാനങ്ങളൊക്കെ കൂട്ടുണ്ട്, പക്ഷേ ഈ കഴിഞ്ഞ 2-3 വർഷം എനിക്ക് കുറേ ധ്യാനങ്ങൾ കൂട്ടുണ്ട്. പക്ഷേ ആ ധ്യാനത്തിനൊന്നും കിട്ടാത്ത ഈശോയുടെ ആ ഒരു സാന്നിധ്യം, ഈശോയുടെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചു. അതുമല്ല, ഞാനൊരു ഭയങ്കര ഒരു ഹെവി ഹാർട്ടുമായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. ഓട്ടോമാറ്റിക് ടീയേഴ്സ് ഒഴുകുന്ന ഒരു വ്യക്തിയാണ് നോർമലി എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ ഹോളി സാക്രമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഈശോ എനിക്കൊന്നും വേണ്ട, നിൻ്റെ കൂടെ ഒരു കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് മാത്രം എനിക്ക് കിട്ടിയാൽ മതിയെന്ന്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഒരു കുമ്പസാരം, ഞാൻ ഇതുപോലെ ഒരുങ്ങി കുമ്പസാരിച്ചൊരു കുമ്പസാരം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ കുമ്പസാരവും അതുപോലെ തന്നെ ഇന്നർ ഹീലിങ്ങിൻ്റെ ഒരു ചെറിയ സെഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെഷനെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വിഷമങ്ങളെ ഓർത്ത് എനിക്ക് കരയാനായിട്ട് പറ്റുന്നില്ല. അതിന് പകരം എനിക്ക് ഈശോയുടെ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഫീലാണ് എനിക്ക് തന്നത്. എൻ്റെ ഹൃദയം ഭയങ്കര ഒരു സോഫ്റ്റായിട്ട് ഒരു തൂവൽ പോലെ ആയ ഒരു ഫീൽ എനിക്ക് ടച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തി. ഈ ധ്യാനം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വലിയ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് ഞാൻ പറയും. ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോണതാണ്, ഡെയിലി ആരാധനയ്ക്ക് പോണതാണ്, ദൈവമായിട്ടുള്ളൊരു ജീവിതമാണ് ഡെയിലി. പിന്നെ അതോടൊപ്പം തന്നെ എനിക്കൊരു ഗ്രേറ്റസ്റ്റ് ടേക്ക് അവേ ഫ്രം ഈ ഒരു ധ്യാനം എന്ന് പറയുന്നത് ഗീവ് ഫോർഗീവ്നെസ്, സീക്ക് ഫോർഗീവ്നെസ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ധ്യാനം കൂടുന്ന ഒരു ബോധ്യം ഉണ്ടായത് അച്ഛൻ്റെ ടോക്ക് കേട്ടിട്ടാണ്. അപ്പോൾ ഈ ഡേവിഡ് റിട്രീറ്റ് എനിക്ക് ഈശോനെ കൂടുതൽ സ്നേഹിക്കാനായിട്ടുള്ളൊരു അവസരമായിട്ട് ഞാനത് കാണുന്നത്. ഇപ്പോൾ എനിക്ക് പലരും ധ്യാനത്തിനൊക്കെ വരുന്നത് വീട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പ്രഷർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഈ ധ്യാനം ഒന്ന് കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈശോനെ ഇഷ്ടപ്പെടാൻ വേറെ ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്യും. അതാണ് എനിക്ക് കിട്ടിയ ഒരു റിയലൈസേഷൻ. അപ്പോൾ ഈശോയോട് കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സമാധാനവും പിന്നെ സന്തോഷം ഉണ്ടാവും. വേറെ ഒന്നുമില്ലെങ്കിൽ ഈ സംഭവം ഉണ്ടാവും. ഇതിനാണെങ്കിൽ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വന്നോളൂ. ദൈവം എന്നിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇടപെട്ടു എന്നാ പറയുന്നത്. ഇവിടെ എന്നെ ഉള്ള സമയത്ത് മൊത്തം എനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മിക്ക. സോ ദ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, ഈ റിട്രീറ്റിന് ശരിക്കും വന്നില്ലായിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ എ വെരി ബിഗ് ലോസ്. ബിക്കോസ് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് സെൽഫ് ഹീലിംഗ് സെക്ഷനിലാണ്. ഇത് റിട്രീറ്റ് തുടങ്ങുന്നതിന് മുന്നേ ജിസ്നസിനൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചാപ്പിൾ ഇസ് എ ചാപ്പിൾ ഓഫ് ടിയേഴ്സ്. അപ്പം അത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി അന്ന് ഹീലിംഗ് സെക്ഷൻ എല്ലാം കഴിഞ്ഞ് വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിക്കാൻ വേണ്ടി മുട്ടുകുത്തി നിന്നപ്പം അത്ര നേരം ഐ വാസ് ഫൈൻ. പക്ഷേ അച്ഛൻ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. എവിടെ നിന്നാണെന്നറിയില്ല, ഔട്ട് ഓഫ് നോ വെയർ ഓൾ മൈ ടിയേഴ്സ് ബേസ്റ്റ് ഔട്ട്. ആൻഡ് അച്ഛൻ കുരിശ് വരയ്ക്കുമ്പോൾ ശരിക്കും എനിക്ക് പേഴ്സണലി ഫിസിക്കലി ജിസനച്ഛനാണെങ്കിലും എനിക്ക് ആക്ച്വലി ഈശോ നമ്മളെ തൊട്ടൊരു അനുഭവമായിരുന്നു അപ്പോൾ തോന്നിയത്. അപ്പോൾ എനിക്ക് എൻ്റെ കരച്ചിൽ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല.
എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരും ഒന്നിനും ഡിസേർവ്ഡ് അല്ല. വി ഓൾ ആർ പീപ്പിൾ, നമ്മൾ ഫുൾ ഓഫ് സിൻസ് ആണ്. പക്ഷെ എന്നാൽ പോലും ജീസസ് വിൽ ലവ് യു ആൻഡ് ഹൂ എവർ യു ആർ, വാട്ട് എവർ യു ആർ, ജീസസ് വിൽ ഓൾവേസ് ലവ് യു. കുറച്ച് വിഷമങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ സൊല്യൂഷൻ, എനിക്ക് എൻ്റെ കുറേ ക്വസ്റ്റ്യൻസിനുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി വന്നു. എനിക്കത് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെ, ആദ്യം വന്നപ്പോൾ ഭയങ്കര ഹെവി ഹാർട്ടായിരുന്നു. ഇപ്പം ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് ഞാൻ കൂടുതൽ വെച്ച് ഏറ്റവും ഔട്ട് ഓഫ് ദി ബോക്സ് ധ്യാനമായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ ഈശോയോട് ചോദിച്ച സാധനങ്ങളായിരുന്നു. എനിക്ക് എന്തിനാ ഈ പ്രശ്നം തന്നെ, അപ്പം എനിക്ക് അതിനൊക്കെ ഉത്തരം കിട്ടി.